ഹലോ ഗായ്സ്, സിമ്പിൾ ടു യമ്മി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് വിത്ത് മിൻറ്റ് സോസ്. ആദ്യമായി കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിൽ ചെറുനാരങ്ങയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. അടുത്തതായി നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മിൻറ്റാണ്. അത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ ഞങ്ങൾക്ക് വേണ്ടത് മല്ലിയില, ഒരു സവോള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ സ്വല്പം വെളുത്തുള്ളി. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായി മിക്സിയിൽ മാറ്റി വെച്ച പുതിനയില, മല്ലിയില, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇതുകൂടാതെ പൊടികളായ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ആവശ്യത്തിന് ചേർത്ത് നല്ലവണ്ണം മിക്സിയിലിട്ട് അരക്കുക. അരച്ച മിശ്രിതം ഒരു ബൗളിലേക്ക് മാറ്റി വെച്ച് അതിൽ ബാക്കി വരുന്ന അരവ് മിക്സിയിൽ തന്നെ വെക്കുക. ഇതിന് ശേഷം നമുക്ക് സവാള വഴറ്റാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം മുറിച്ച് വെച്ച സവാള ചെറുതായി വഴറ്റി ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റുക. ഗോൾഡൻ ബ്രൗൺ ആയ സവാള നേരത്തെ മാറ്റി വെച്ച ജാറിലിട്ട് ഇടുക. ചൂടാറിയതിന് ശേഷം അത് നല്ലവണ്ണം അരച്ചെടുക്കുക. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കുക്ക് ചെയ്യാം. അതിനായി പാൻ ചൂടാക്കി അതിലോട്ടേക്ക് ചെമ്മീൻ ഇടുക. ചെമ്മീൻ 2 സൈഡും ചെറുതായി ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരവ് ഇതിൻ്റെ മുകളിലോട്ട് ചെറുതായി തൂവി കൊടുക്കുക. ചെമ്മീൻ 2 സൈഡും ചൂടാക്കി എടുക്കുക. ഒരു പകുതി വെന്താൽ മതി. ഇനി ഒരു ചട്ടി ചൂടാക്കി ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം നേരത്തെ അരച്ച ഉള്ളി പേസ്റ്റ് ഇതിലോട്ടേക്ക് ഒഴിക്കുക. ഇനി ചെറുചൂടിൽ നമുക്ക് ഈ മിക്സ് വഴറ്റാം. ഇതിലേക്ക് ആദ്യം ഉണ്ടാക്കിയ മിൻറ്റ് പേസ്റ്റും ചേർത്ത് ആവശ്യത്തിന് കുരുമുളകും ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു സോസ് രൂപത്തിലേക്ക് മാറ്റണം. ഇതിന് ശേഷം വേവിച്ച് വെച്ച ചെമ്മീൻ ചേർക്കാം. ചെമ്മീൻ വെന്തതിന് ശേഷം ഇച്ചിരി ജീരകപ്പൊടി അതിലേക്ക് ഇടുക. ചെമ്മീൻ നല്ലവണ്ണം വരട്ടിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി ചെറുനാരങ്ങ പിഴിഞ്ഞ് സെർവ് ചെയ്യാവുന്നതാണ്.